ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പ ചരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ജയ ജയ മഹാദേവി നമ. ഈ 49ാമത്തെ അധ്യായത്തിൽ നമ്മള് സുരഭി ചരിതാണ് വർണ്ണിക്കുന്നത്. സുരഭി കാമധേനുവിന്റെ മകള്. ഗോലോകത്ത് നിന്ന് വന്ന കാമധേനു ആരാണെന്ന് അവളുടെ ഉത്ഭവവും പറഞ്ഞു തന്നാലും ഗോക്കളിൽ വെച്ച് അവളാണ് ആദ്യം ഉണ്ടായത്. ഗോക്കളുടെ അധിഷ്ഠാതൃ ദേവതയുമാണ് അവൾ. ഗോലോകത്തിൽ പിറന്ന ആദ്യ ഗോവായ സുരഭിയുടെ പൂർവ്വചരിതം ഞാൻ പറഞ്ഞു തരാം. കാമധേനുവിന്റെ മകള്. കാമധേനും സുരഭി ഒന്ന് തന്നെ. കുറെ പേരുണ്ടാവുമല്ലോ. ഒരു ദിവസം രാധാമാധവൻ രാധയോടും ഗോപാങ്കനകളോടും കൂടി വൃന്ദാവനത്തിൽ ഉല്ലസിച്ച് നടക്കുന്ന സമയത്തുണ്ടല്ലോ, കൃഷ്ണന് പാൽ കുടിക്കാൻ ആഗ്രഹം തോന്നി. അപ്പോൾ തന്റെ വാമഭാഗത്ത് നിന്ന് മനോരഥൻ എന്ന കാളക്കിടാവിനോട് കൂടി ഒരു പശുവിനെ സൃഷ്ടിച്ചു. അമ്പട കള്ള. അമൃതിനെ തോൽപ്പിക്കുന്നതും ജരാനരകളെ ഇല്ലാതാക്കുന്നതുമായ ആ നറുമ്പാൽ സുധാമാവ് പുത്തൻ പാത്രത്തിൽ കറന്നെടുത്തു. ഭഗവാൻ അത് കുടിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ പാൽപാത്രം വഴുതി വീണിട്ടുണ്ടായതാണ് പാൽ തടാകം. ഉണ്ണി കുടിച്ചു കഴിയാനായിട്ടുണ്ടാവും. അപ്പൊ വഴുക്കി പോയിട്ടുണ്ടാവും കയ്യിൽ നിന്ന്. പാവം. രാധക്കും ഗോപികമാർക്കും ക്രീഡാസ്ഥലമായി ആ തടാകം. ആ സുരഭിയുടെ രോമകൂപത്തിൽ നിന്നുണ്ടായ അനവധി പശുക്കളാണ് ഗോലോകത്ത് മേഞ്ഞു നടക്കുന്നതൊക്കെയും. പ്രസവിച്ചിട്ടുണ്ടായല്ല, രോമകൂപത്തിൽ നിന്ന് ഉണ്ടാവല്. അത് ഈ കാമധേനുവിന്റെ വേറൊരു കഥയുണ്ടല്ലോ നമുക്കറിയുന്നത്. ഈ വിശ്വാമിത്രൻ യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് വസിഷ്ഠന്റെ അടുത്തുണ്ടായ കാമധേനു അല്ലേ ഇത് അന്നേരം യുദ്ധം ചെയ്യാൻ പോയപ്പോ രോമകൂപങ്ങൾ തോറും ആരുണ്ടായി? ഭടന്മാര്. ആ കാമധേനുവിനെ ഭഗവാൻ തന്നെ ആദ്യമായി പൂജിച്ചു. ശ്രീകൃഷ്ണന്റെ ആജ്ഞപ്രകാരം സർവ്വജനങ്ങളും ദീപാവലിയുടെ പിറ്റേന്ന് ഗോപൂജ നടത്തി വരുന്നു എന്ന് ഞാൻ ധർമ്മൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ പൂജക്കുള്ള മൂലമന്ത്രവും സ്തോത്രവും ധ്യാനവും പൂജാക്രമങ്ങളും പറഞ്ഞു തരാം. ഇതാണ് മൂലമന്ത്രം. ഓം സുരഭ്യൈ നമ. ഈ ഷഡക്ഷരമന്ത്രം ലക്ഷം മുറി ജപിച്ച സർവ അഭിഷ്ട സിദ്ധി കൈവരും. യജുർവേദത്തിലുള്ളതാണ് അവളുടെ ധ്യാനം കേട്ടോ. എവിടെയും നടപ്പുള്ള വിധമാണ് അവളുടെ പൂജയും. അതുകൊണ്ട് തന്നെ ഈ പൂജ കൊണ്ട് വൃദ്ധിയും മുക്തിയും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കും. സ്തോത്രം ഇതാണ്. ഗോക്കളുടെ എല്ലാം അമ്മയായ അവയുടെ അധിഷ്ഠാതൃദേവതയും പുണ്യരൂപിയുമായ ശുഭേ കൈതൊഴാം ലക്ഷ്മി സ്വരൂപേ രാധയുടെ സന്തത സഹചാരിണി സർവകാമപ്രദീത നമസ്കരിക്കുന്നു. ഘടത്തിലോ ഗോവിന്റെ ശിരസിലോ ഗോവിനെ കെട്ടുന്ന കുറ്റിയിലോ താളഗ്രാമത്തിലോ ജലത്തിലോ അഗ്നിയിലോ ബ്രാഹ്മണനും ഗോപൂജ ചെയ്യാം. ദീപാവലിയുടെ പിറ്റേന്ന് രാവിലെ ഭക്തി ആദരപൂർവ്വം സുരഭിയെ പൂജിച്ചാൽ അവനെല്ലാവരാലും പൂജ്യനായി തീരും. ഒരിക്കൽ വരാഹകൽപ്പത്തിൽ സുരഭി പാൽ മുഴുവൻ തന്റെ മായയിൽ ഉള്ളിലേക്ക് വലിച്ചു. അപ്പൊ ദേവന്മാർ ആർത്തരായി ബ്രഹ്മലോകത്തിൽ നിന്നും ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സുരഭിയെ സ്തുതിക്കാൻ തുടങ്ങി. ദേവി കാമധേനു തൊഴാം. കൃഷ്ണപ്രിയെ ഗോക്കൾക്കെല്ലാം ബീജരൂപേ കമലാം ചെയ്ത നമസ്കരിക്കുന്നു ഞങ്ങള്. കൽപ്പവല്യ പോലെ എല്ലാ കാമങ്ങളെയും തരുന്ന ക്ഷീരത്തെ തൊഴാം. ഭക്തിപൂർവമായ സ്തുതിയുടെ ശ്രവണമാത്രയിൽ സുരഭി ബ്രഹ്മലോകത്തിൽ തന്നെ പ്രത്യക്ഷയായി. ദേവേന്ദ്രൻ ആഗ്രഹിച്ച വരം നൽകിയ ശേഷം സുരഭി ഗോലോകത്തേക്കും ദേവന്മാർ സ്വർഗലോകത്തേക്കും യാത്രയായി. യജ്ഞങ്ങൾക്ക് ആവശ്യമായ പാലും നെയ്യും ഉണ്ടായപ്പോൾ യജ്ഞവും നടന്നു. ദേവഗണങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. വളരെയധികം പുണ്യം ലഭിക്കുന്ന ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നവന് സർവ്വ അഭിഷ്ടങ്ങളും നേടാൻ സാധിക്കും. തീർത്ഥസ്നാനം, യജ്ഞങ്ങൾ തുടങ്ങിയവ ചെയ്ത ഫലം ഈ ജപം കൊണ്ട് അനായാസേന സാധിച്ചെടുക്കാം. ഭൂമിയിൽ ലൈഹികാനന്ദം അനുഭവിച്ച് പിന്നീട് ഗോലോകത്തും എത്താൻ സാധിക്കും. അവിടെ വസിച്ച് കൃഷ്ണനെ സേവിക്കാൻ സാധിക്കും. അതുമാത്രമല്ല കേട്ടോ, ഇനിയൊരു ജന്മം ഉണ്ടാവുകയുമില്ല എന്നത് നിശ്ചയം. ക്രമേണ ബ്രഹ്മപുത്രനുമാകും. പോരെ, എന്ത് വേണം നമുക്ക്? ആനന്ദലബ്ധിക്ക് എന്ത് വേണം അല്ലെ? ഇനി രാധാ ദുർഗാദേവിമാരുടെ ചരിത്രം വർണ്ണിക്കുന്നു. മൂലപ്രകൃതിയിൽ നിന്നുമുണ്ടായ എല്ലാ ദേവിമാരുടെയും പുണ്യചരിതങ്ങൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. അവയെല്ലാം തന്നെ സംസാരബന്ധത്തെ വേരോട് നശിപ്പിക്കുന്നതുമാണ്. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതും അത്യന്തം ഗോപ്യവുമായിട്ടുള്ള രാധാദേവിയുടെയും ദുർഗാദേവിയുടെയും പൂജാവിധികളാണ് ഇനി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
അവരുടെ മാഹാത്മ്യം അങ്ങ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ. ശ്രവണ മാത്രയിൽ തന്നെ മുക്തി ലഭിക്കുന്ന അവരുടെ ചരിതങ്ങൾ കേട്ടാൽ ആരുടെ മനസ്സാണ് അതിൽ ആണ്ടുപോകാതിരിക്കുക? എല്ലാവരുടെ മനസ്സും അതിൽ ആണ്ടുപോകും. ഈ വിശ്വന്മാരുടെ അംശമാണ്. ഇതിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? എല്ലാം വ്യക്തമായി എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. അപ്പൊ പറയാൻ തുടങ്ങി, നാരദ, ശ്രുതി സംബന്ധമായ രഹസ്യം ഞാൻ പറയാട്ടോ. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇവർ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായ രണ്ട് ശക്തികളാണ്. ഇവർ പ്രാണനും ബുദ്ധിക്കും അധിഷ്ഠാന ദേവതകളാണ്. വിരാട് പുരുഷൻ തുടങ്ങിയ എല്ലാ ചരാചരങ്ങളും അവർക്ക് വിധേയരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹമില്ലാതെ മോക്ഷം സാധ്യമല്ല. ആദ്യം രാധാദേവിയെ ഭജിക്കാനുള്ള മൂലമന്ത്രം പറഞ്ഞു തരാം. ശ്രീം രാധായേ സ്വാഹ. ചതുർത്ഥ്യന്തമായ രാധാപദം, പിന്നെ വന്യജായ പദം. ഈ മന്ത്രം ബ്രഹ്മാവും വിഷ്ണുവും മുടങ്ങാതെ ജപിക്കുന്ന മന്ത്രമാണ്. മായാബീജത്തോടുകൂടി ഈ ഷഡക്ഷര മന്ത്രം പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നതുമാണ്. ഇതിന്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ കോടി 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 ജിഹ്വകൾ കൊണ്ടും സാധ്യമല്ല. ഗോലോകത്തിൽ രാസമണ്ഡലത്തിൽ വെച്ച് മൂലപ്രകൃതി ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതാണ് ഈ ദിവ്യമന്ത്രം. ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണുവിനും വിഷ്ണു വിരാട് പുരുഷനും വിധിക്കും വിധി ധർമ്മനും ധർമ്മൻ എനിക്കും ഉപദേശിച്ചു. ഞാൻ ഈ മന്ത്രം നിത്യം ജപിക്കുന്നതിനാൽ ഈ മന്ത്രത്തിന്റെ ഋഷി ഞാനാണ്. ബ്രഹ്മാദികളൊക്കെ രാധയെ പൂജിക്കുന്നു. രാധയെ കൂടാതെയുള്ള കൃഷ്ണപൂജക്കാരും അർഹരല്ല. ഹരിഭക്തന്മാർ രാധികാർച്ചന ചെയ്യണം. രാധേനെ പൂജിക്കാതെ എന്നെ മാത്രം പൂജിച്ചതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. വൃന്ദാവനത്തിൽ പോയാൽ തന്നെ നമുക്ക് വൃന്ദാവനം കാണുമ്പോൾ തന്നെ രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയും. രാധാദേവിയോട് ഭഗവാൻ പറയുന്നുണ്ടാവും, പാവങ്ങളല്ലേ രാധേ, ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും രാധാദേവി നമ്മളെ പോവാൻ അനുവദിക്കുന്നത്. കൃഷ്ണന്റെ പ്രാണാധിക പ്രിയാണ് രാധ. ആ രാധേശ്വരിയോട് ചേർന്നേ കൃഷ്ണൻ നിൽക്കുകയുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നവളായതുകൊണ്ടാണ് രാധ എന്ന് പ്രസിദ്ധമായത്. ഇതിൽ പറയുന്ന മന്ത്രങ്ങൾക്കെല്ലാം ഞാനാണ് ഋഷി. ഛന്ദസ് ദേവി ഗായത്രി, ദേവത രാധയുമാണ്. ഓം എന്നാണ് ബീജം. ഹ്രീം എന്നത് ശക്തി ബീജം. ശ്രീ എന്നത് കീലകം. മൂലമന്ത്രത്താൽ തന്നെ ഷഡംഗന്യാസവും ചെയ്യണം. സാമവേദത്തിൽ പറഞ്ഞ മാതിരി രാധാദേവിയെ ധ്യാനിക്കണം. ആദ്യം ചന്ദ്രന് സമമായ മുഖം, താമരകൾ പോലെയുള്ള കണ്ണുകൾ, വെളുത്ത ചെമ്പകപ്പൂവിന്റെ നിറം, സർവാംഗ സുന്ദരമായ ആ മനോഹര രൂപം, ദിവ്യായുധങ്ങൾ, തങ്കനിറമാർന്ന പൂവുടലിൽ വെള്ളപ്പെട്ട് പുടവ, മനോഹരമായ ദന്തനിര, ചുവന്ന ചുണ്ടുകൾ. ഇപ്രകാരം ഇരിക്കുന്ന ദേവി ശ്രീകൃഷ്ണന്റെ സമീപം രത്നസിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിക്കണം കേട്ടോ. ആ സുന്ദര രൂപം ധ്യാനിക്കണം. പിന്നീട് എന്ത് വേണമെന്നോ? ഘടം, യന്ത്രം, അഷ്ടതള യന്ത്രം എന്നിവയിലോ ആവാഹിച്ച മൂലമന്ത്രത്താൽ ആസനത്തെ ആകണം. പിന്നീട് അർഘ്യപാദ്യങ്ങൾ നൽകി പൂജിക്കണം. പാദ്യം പാദത്തിൽ തന്നെ നൽകണം. കാലന്നല കഴുകിയേണ്ടത്. അർഘ്യം മൂർധാവിൽ 3 വട്ടം മുഖത്ത് ആചമനം ചെയ്യണം. അതിനുശേഷം കറവ പശുവോടുകൂടി മധുപർക്കവും നൽകണം. പിന്നെ അഭ്യംഗ സ്നാനം ചെയ്യിക്കുന്നതായി സങ്കല്പിക്കണം. ഇതൊക്കെ സങ്കല്പ പൂജയാണ് കേട്ടോ. പിന്നീട് ആഭരണങ്ങൾ അണിയിച്ച് തുളസിമാലയും മറ്റ് പൂമാലകളും ചാർത്തിക്കണം. പിന്നീട് വിഭുവിന്റെ പരിവാരങ്ങൾക്ക് അർച്ചന ചെയ്യണം. പിന്നെ അഷ്ടതളത്തിൽ വലത് ക്രമത്തിന് മുൻപിലെ ദളത്തിൽ മാലതീ ദേവിയെയും, അഗ്നികോണത്തിലെ ദളത്തിൽ മാധവിയെയും, തെക്കേ ദളത്തിൽ രത്നമാലയെയും, നിരൃതി ദളത്തിൽ പാരിജാതയെയും, പിന്തളത്തിൽ ആരാണ് ശശികലയെയും, ഉത്തരതളത്തിൽ ശരാവതിയെയും, ഈശാനകോണതളത്തിൽ സുന്ദരിയെയും, ക്രമത്തിൽ 8 ദളത്തിൽ ദേവതമാരെയും ആവാഹിച്ച് പൂജിക്കണം. അതിന് പുറത്തായി ബ്രാഹ്മി, മാഹേശ്വരി തുടങ്ങിയ മാതൃക്കളെയും ദിക്പാലന്മാരെ വജ്രായുധങ്ങളോടുകൂടിയും പൂജിക്കണം. വിദ്വജ്ജനങ്ങൾ രാജോപചാരങ്ങളോടുകൂടി പരിവാര സമേതയെ ദേവിയെ പൂജിക്കണം. ഇങ്ങനെയൊക്കെയാണ് പൂജാവിധി. സഹസ്രനാമങ്ങൾ കൊണ്ട് മൂലമന്ത്രം 1000 ഉരുക്കഴിച്ചും ദേവിയെ പൂജിക്കണം. രാസേശ്വരിയായ രാധ ഈ മട്ടിൽ പൂജിച്ചാൽ അവൻ വിഷ്ണു തുല്യനായി തീരുന്നാണ് പറയുന്നത്. വൃശ്ചിക മാസത്തിലെ പൗർണമിയിൽ രാസോത്സവം കൊണ്ടാടുന്നവന് രാധ പ്രത്യക്ഷായി ഭവിക്കുന്നാണ് പറയുന്നത്. അവൾ വൃഷഭാനുപുത്രിയായി ജനിച്ചുവെങ്കിലും അവൾ എന്നും ഗോലോകവാസി തന്നെയാണ് കേട്ടോ.
അവിടെ പറഞ്ഞ എല്ലാ മന്ത്രങ്ങൾക്കും വർണ്ണത്തിന് ലക്ഷം എന്ന ക്രമത്തിലാണ് പുരശ്ചര്യാക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 10 ജപിച്ച് എള്ളും ത്രിമധുരവും ചേർത്ത് ഭക്തിപൂർവം ഹോമം ചെയ്യണം. ഋഷി രാധാദേവിയെ പ്രീതിപ്പെടുത്താനുള്ള സ്തോത്രം എനിക്ക് പറഞ്ഞു തരൂന്ന് ശ്രീനാരദ മഹർഷി വീണ്ടും ചോദിച്ചു. അപ്പൊ പറയണം, നാരദാ, രാധാദേവി സ്തോത്രം കേട്ടാലും ദേവി ഈശാനി തൊഴാം. രാസമണ്ഡലവാസിനി നമസ്കാരം. കൃഷ്ണപ്രാണാധിക പ്രിയെ ബ്രഹ്മവിഷ്ണു ശിവാദികൾ പൂജിക്കുന്ന വരതയെ തൊഴാം. സരസ്വതീ ദേവി, സരസ്വതീ രൂപേ, തുളസീ രൂപേ, ലക്ഷ്മി സ്വരൂപിണി, മൂലപ്രകൃതി, ഈ ഭവസാഗരത്തിൽ നിന്ന് രക്ഷിക്കണേ. ഈ സ്തോത്രം ത്രിസന്ധ്യകളിൽ ജപിച്ചാൽ ഒരു കാര്യവും അസാധ്യമായി വരില്ല, ഒക്കെ സാധിക്കും. ദേഹം നിശ്ചലവും ഗോലോകത്തെത്തുകയും ചെയ്യും. ഇത് വളരെ ഗോപ്യമാണ് കേട്ടോ, അങ്ങനെ പറയാൻ പറ്റില്ല. ദേവർഷി, ഇനി ദുർഗാപൂജാക്രമം പറഞ്ഞു തരാം. ഈ ദേവിയെ സ്മരിച്ചാൽ തന്നെ ആപത്തുകൾ ഓടി ഒളിക്കും. മൂലപ്രകൃതി രൂപയായവൾ സൃഷ്ടിസ്ഥിതി അന്ധകാരിണിയാണ്. ശൈവർക്കും വൈഷ്ണവർക്കും അവൾ ആരാധ്യയാണ്. ദുർഗമായ ആപത്തുകളെ തീർക്കുന്നത് കൊണ്ട് ദുർഗ എന്ന നാമവും ലഭിച്ചു. ആ ദേവിയുടെ മൂലമന്ത്രം നവാക്ഷരി മന്ത്രമാണ്. ഇതാണ് ആ മന്ത്രം. ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ. ഈ മന്ത്രത്തിന്റെ ഋഷി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. എന്താണ് പറഞ്ഞത്? ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ് എന്നിവയാണ് ഛന്ദസ്സുകൾ. മഹാകാളി, മഹാവാണി, മഹാലക്ഷ്മി ഇവർ 3 ദേവതമാരാണ്. നന്ദ, ശാകംഭരി, ഭീമ ഇവർ 3 ശക്തിത്രയങ്ങളാണ്. ദുർഗയും ഭ്രാമരിയും രക്തദന്തികയും ബീജത്രയങ്ങളാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളിലാണ് ഈ മന്ത്രത്തിന്റെ വിനിയോഗം. ന്യാസം ഇപ്രകാരമാണ്. ഋഷി മൗലിയ ഛന്ദസ്സു അർത്ഥത്തില്, ദേവത ഹൃദയത്തില്, 10 കൈകളിലും ഖഡ്ഗം, ചക്രം, ഗദ, ബാണം, ചാപം, ഇരുമ്പൊലക്ക, ശൂലം, ഭൂഷുണ്ടി, ശിരസ്, ശംഖം. ഇതാണ് ദേവിയുടെ ദിവ്യായുധങ്ങൾ. 3 കണ്ണുകളും നാനാഭൂഷണങ്ങളും അണിഞ്ഞ് നീലാഞ്ജനത്തിൽ സമമായി പ്രശോഭിക്കുന്നവളുമായി മഹാകാളിയെ തൊഴാം. മധുകയുടെ നിഗ്രഹ സമയത്ത് ബ്രഹ്മാവ് ഈ വിധത്തിൽ വാഴ്ത്തി സ്തുതിച്ച മഹാകാളിയെ തൊഴാം. അക്ഷമാലയും മഴുവും ഗദയും പത്മവും ബാണവും കിണ്ടിയും പാശവും സുദർശനവും ചർമ്മം സുരാപാത്രം മണി ശൂലവും കയ്യിലേന്തിയ തങ്കനിറമുള്ള മായാബീജ സ്വരൂപിണി അക്ഷാസുരമർദ്ദിനിയെ നമസ്കരിക്കാം. ഇപ്രകാരം മഹാലക്ഷ്മിയായ ദുർഗയെ കൈതൊഴാം. മണീശൂലം, ഹലം, ശംഖം, സുദർശനം, മുലക്കാമ്പ്, വില്ല് തുടങ്ങിയ ദിവ്യായുധങ്ങൾ ധരിച്ചവളും മുല്ലപ്പൂവിന്റെ നിറത്തോടു കൂടിയവളും ശുംഭാദി ദിത്യന്മാരെ വധിച്ചവളും വാഗ്ബീജ സ്വരൂപിണിയും സച്ചിദാനന്ദ സ്വരൂപിണിയുമായ മഹാസരസ്വതിയെ തൊഴാം. ഇന്ന് ദുർഗായന്ത്രത്തെ പറഞ്ഞു തരാം. 6 കോണുകളോടുകൂടിയ ത്രികോണം, അതിനു പുറമെ അഷ്ടദളപത്മം, പിന്നെ 24 ദളങ്ങൾ, ചുറ്റും ഭൂപുരം. ഇപ്രകാരമുള്ളതാണ് ആ യന്ത്രം. ഘടം, ബാണലിംഗം, യന്ത്രം, പ്രതിമ, സൂര്യൻ, താളഗ്രാമം തുടങ്ങിയവയിൽ ദുർഗയെ ആവാഹിച്ച് പൂജിക്കാം. ഷഡ്കോണ മധ്യത്തിൽ ജയ, വിജയാജിത, അപരാജിത, നിത്യ, വിലാസിനി, ദോഗ്ധ്രി, അഘോര, മംഗള എന്നീ 9 ശക്തികൾ ചേർന്ന പീഠത്തിൽ ദേവിയെ പ്രതിഷ്ഠിക്കാം. സരസ്വതി ദേവിയോടുകൂടി ബ്രഹ്മാവിനെ മുൻകോണിൽ പൂജ ചെയ്യണം. നൈഋത്യത്തിൽ ലക്ഷ്മിയോടൊത്ത് ഹരിയെയും വായുകോണിൽ ഉമയോടൊത്ത് ശംഭുവിനെയും വലതുഭാഗത്ത് വാഹനമായ സിംഹത്തെയും ഇടതുഭാഗത്ത് മഹിഷാസുരനെയും പൂജിക്കണം. അതിനുശേഷം ഷഡ്കോണങ്ങളിൽ നന്ദ, ശാകംഭരി, ഭീമ, ദുർഗ, ഭ്രാമരി, രക്തദന്ത എന്നിവരെയും പൂജിക്കണം. പിന്നെ 8 ദളങ്ങളിലായി ബ്രാഹ്മി, മഹേശ്വരി, നാരസിംഹി, വൈഷ്ണവി, കുമാരി, വാരാഹി, ഐന്ദ്രി, ചാമുണ്ഡി എന്നീ ദേവിമാരെയും പൂജിക്കണം. പിന്നെ കിഴക്ക് ഭാഗത്ത് വിഷ്ണുമായ ചേതന, ബുദ്ധി, നിദ്ര, ക്ഷുധ, ഛായ, പരാശക്തി, തൃഷ്ണ, ശാന്തി, ലജ്ജ, ജാതി, ശ്രദ്ധ, കീർത്തി, ലക്ഷ്മി, ധൃതി, വൃത്തി, ശ്രുതി, സ്മൃതി, ദയ, തുഷ്ടി, മാതാവ്, പുഷ്ടി, ഭ്രാന്തി, ലക്ഷ്മി തുടങ്ങിയ 24 ദേവതമാരെയും പൂജിക്കണം. ആദ്യം ഗ്രന്ഥം പൂജിക്കണം. പിന്നീട് കുമാരിയെ പൂജിച്ച് അവളെ കൊണ്ട് സ്വർണത്തിന്റെ ശലാക ഗ്രന്ഥത്തിൽ വെപ്പിക്കണം. പകുത്വം നോക്കുമ്പോൾ ശലാക വെച്ച സ്ഥലത്ത് ശുഭാശുഭങ്ങളെ പറ്റി അറിയുവാൻ കഴിയും. ഉദാസീനതയാണെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് രാധാദുർഗ മന്ത്രപൂജാവിധി എന്ന 50-ാം അധ്യായവും 9ാം സ്കന്ധവും ദേവീപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് നാളെ 10ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.